യൂട്യൂബ് സെലിബ്രിറ്റീസ് ഉണ്ട്. കുറച്ച് ആൾക്കാർ കാപ്പിപ്പൊടി വിൽക്കുന്നു, അതിൽ നിന്ന് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർ നറുക്കെടുപ്പ് നടത്തുന്നു, വീട് തരാം, ബുള്ളറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറേ പേര് ക്രീം വിൽക്കുന്നു. എന്നിട്ട് കുറേ ക്രീം എടുത്ത ആൾക്കാരുടെയൊക്കെ ഓർഗൻസൊക്കെ കേടായെന്നുള്ള രീതിയിലുള്ള ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ ഈ നറുക്കെടുപ്പ് തട്ടിപ്പാണെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? നിങ്ങൾ അവരുടെ വീഡിയോസ് കാണുക, വീഡിയോസിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇതേപോലെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ അവരെ വിശ്വസിച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം, ക്രീമോ എന്തെങ്കിലും വാങ്ങിക്കണോ, അപ്പോൾ അതിൻ്റെ റിവ്യൂ നിങ്ങൾ ഡയറക്റ്റ് നോക്കിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൽ ഇപ്പോൾ ആമസോണിലൊക്കെ ഉണ്ടാവും റിവ്യൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അത് നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് കൺസൾട്ട് ചെയ്ത് മാത്രം വാങ്ങിക്കുക. പിന്നെ ഇതേപോലത്തെ നറുക്കെടുപ്പും പിന്നെ ഈ ചായപ്പൊടി, അതിൽ ഈ ലോട്ടറി ഉണ്ട്, പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും വാങ്ങിക്കാണ്ടിരിക്കുക. അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ മുതലെടുക്കുക എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് യൂട്യൂബ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഇതേപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഓരോ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.